ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന്റെ നിഴലിലല്ലേ ഈ കാര്യത്തില്? എന്തുകൊണ്ടല്ല? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും, ഇല്ലേ? താങ്കൾ പറഞ്ഞതനുസരിച്ച് ഈ ദിലീപിനെതിരായ ഗൂഢാലോചന, ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ? അല്ല, ഈ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ നടിയും പങ്കെടുത്തു, അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞോ? അങ്ങനെയാണോ മനസ്സിലായി? അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന്? നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയോന്ന്? നിങ്ങൾ നടിയോട് ചോദിച്ചോ? അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. ആരെങ്കിലും ഗൂഢാലോചന സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കേണ്ടി വരും. നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നടിക്ക് നിരാശയുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞെന്താണ്? കുറ്റവാളികൾ, എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരിയൊന്നുമല്ലല്ലോ. ഇതൊരു പൊതുവായ കാര്യമാണ്. ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു. ഇന്നുവരെയുള്ള അനുമാനങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. നമ്മുടെ സംവിധാനത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ, ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. അതല്ലേ നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ. മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത്? മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മേൽക്കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ? സെഷൻസ് കോടതി അല്ലല്ലോ ആ നിലപാടെടുത്തത്. അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ കൃത്യം കുറയ്ക്ക് കൊള്ളുന്ന മറുപടി, അജണ്ടകൾ പൊളിഞ്ഞു പോകുമ്പോ, താല്പര്യങ്ങൾ പൊളിഞ്ഞു പോകുമ്പോ, ആരെയെങ്കിലും ഒക്കെ വേട്ടയാടിയിട്ട് ഇതുവരെ മാപ്രകൾ എഴുതി കൂട്ടിയതും പടച്ചു വിട്ടതും തലക്കെട്ടുകൾ കൊടുത്തതും ഒന്നുമല്ല, ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തതൊന്നും ഒന്നുമല്ല എന്ന് കോടതി പറയുമ്പോ വലിയ നിരാശയാണ്, വലിയ അസഹിഷ്ണുതയാണ്, വലിയ അസ്വസ്ഥതയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഈ പറയുന്ന കോടതിയുടെ തീരുമാനങ്ങൾ വരുമ്പോ അതിന് പുറമെ അല്ലെങ്കിൽ അതിന് മുകളിൽ വല്ല വിവാദങ്ങളും ഉണ്ടാക്കിയെടുക്കുവാനുള്ള തത്രപ്പാടുകൾ നടത്തുക. കാരണം എന്താ? ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ആരുടെ വായിൽ നിന്നെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം എന്താ? കാരണം ഇത്രയും നാൾ പണിയെടുത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപ് വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 8-ന് ഈ പറയുന്ന കേസിൽ വിധി പറയുമെന്ന് കോടതി പ്രഖ്യാപിച്ചപ്പോ അന്ന് തുടങ്ങിയതാ നാൾ വഴികൾ, നടിയെ ആക്രമിച്ച കേസിലെ നാൾ വഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ ഇങ്ങനെ വെട്ടിക്കീറുന്ന പരിപാടി അല്ലെ? അപ്പോ അത് കഴിഞ്ഞ് ഇന്നലെ ഈ പറയുന്ന കോടതി തന്നെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടു വിടുമ്പോ വലിയ ഈ പറയുന്ന അസഹിഷ്ണുതയാണ്, വലിയ നിരാശയാണ്. പക്ഷെ ചെന്ന് പെട്ടതോ രഞ്ജി പണിക്കരുടെ മടയിലാണ്. അയാൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തിയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല, ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് വലിയ ഒരു ക്രിമിനൽ സംഘമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോടതിയുടെ വിധിയെ പോലും അംഗീകരിക്കാൻ കഴിയാതെ അതിൽ വല്ല കുത്തിത്തിരിപ്പും ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ക്രിമിനൽ സംഘങ്ങൾ, വെർബൽ ക്രിമിനൽ സംഘങ്ങൾ എന്ന് ഞാൻ ഇവരെ വിശേഷിപ്പിക്കും. അവരുടെ നിരാശയാണ്. അത് തന്നെയാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടം കാര്യത്തിലും കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആദ്യ ആരോപണത്തിൽ രാഹുൽ നൽകിയ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയപ്പോ, ജാമ്യം നൽകാതിരുന്നപ്പോ, ജാമ്യം അനുവദിക്കാതിരുന്നപ്പോ ഇവർ വലിയ ആഘോഷത്തിലായിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. അത് ഇവർ വലിയ വായിൽ
പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് നേരെ മറിഞ്ഞ് ഹൈക്കോടതിയിൽ എത്തിയപ്പോ രാഹുലിന്റെ അറസ്റ്റ് തടയുന്ന നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. രണ്ടാമത്തെ കേസിൽ ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻ കോടതി തന്നെ രാഹുലിന്റെ അറസ്റ്റ് തടയുന്ന നടപടികൾ ഉണ്ടായി അല്ലേ? അതുണ്ടാകുമ്പോ അത്തരത്തിലൊരു വിധി വന്നപ്പോ ഇവരുടെ മുഖത്ത് വലിയ മ്ലാനതകളാണ്. ആ ഒരു ആവേശം കാണുന്നില്ല. വാർത്തയാണ്, രണ്ടു ഭാഗവും ഞങ്ങൾ പറയുമെന്നാണെങ്കിൽ രാഹുലിന് ഈ പറയുന്ന അറസ്റ്റ് പാടില്ല എന്ന് പറയുമ്പോ ഓഫ് കോഴ്സ് ഇത്രയും ദിവസം അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം രാഹുലിന് മുൻകൂർ ജാമ്യം നൽകരുത്, രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് രാഹുലിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലെത്തിയവർക്ക് നിങ്ങൾ ഇപ്പൊ അറസ്റ്റ് ചെയ്യണ്ട എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അത് വാർത്തയാകുന്നില്ല എവിടെയും. രാഹുലിന് ജാമ്യം അനുവദിച്ചു അല്ലെങ്കിൽ കോടതി അറസ്റ്റ് തടഞ്ഞു എന്ന് പറയുമ്പോ ഇവരുടെ മുഖത്ത് വലിയ മ്ലാനതയാണ്, വലിയ ദുഃഖമാണ്, വലിയ നിരാശയാണ്. കാരണം എന്താ? കാരണം ദിലീപ് കേസിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം കേസിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നു, മറ്റിടത്ത് ഈ പറയുന്ന ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തുന്നു, ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളില്ല എന്ന് കോടതി പറയുന്നു. അങ്ങനെ പറയേണ്ടി വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും കാലം ഇവർ പടച്ചുവിട്ട വാർത്തകൾ, ഇവർ പലരും പറയുന്നത് കേട്ടിട്ട്, പലരും പല താല്പര്യങ്ങൾക്കനുസരിച്ച് പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ മാപ്രകളുടെ ഇവരുടെ സ്ഥാപനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇവർ പറയുന്നതിനനുസരിച്ച് പറയാൻ ആരെങ്കിലും കിട്ടിയാൽ അവരെ ന്യൂസ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തി, മൈക്കിന് മുമ്പിലും ക്യാമറക്ക് മുമ്പിലും ഇരുത്തി ഈ വർത്താനം പറയിപ്പിച്ചിട്ട് അവസാനം അത് വലിയ വാർത്തയാക്കിയിട്ട്, വലിയ സ്റ്റോറി ആക്കിയിട്ട്, വലിയ ബ്രേക്കിംഗ് ന്യൂസുകളും എക്സ്ക്ലൂസീവുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഇത് കോടതിയിലെത്തുമ്പോ കോടതി ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു ഘട്ടം ഉണ്ടാവുമ്പോ അവിടെയാണ് ഇവർക്ക് വലിയ നിരാശ ഉണ്ടാകുന്നത് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിനെതിരെ ചുമത്തിയിരുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. അവിടെയാണ് കോടതി പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് കോടതി പറയുന്നു. അപ്പൊ ഈ പറയുന്ന പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും വീണ്ടും എന്താ പറയുന്നത്? ഇനിയും കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന്. അങ്ങനെയാണ് വീണ്ടും കോടതി ഇങ്ങനെ ഓരോ ദിവസം നീട്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവർക്ക് വലിയ അജണ്ടകളുണ്ട്. രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ തന്നെ വലിയ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതും കെട്ടിച്ചമച്ച് ഉണ്ടാക്കി തലയിൽ വെച്ച് കെട്ടി പലതും പടച്ചുണ്ടാക്കിയിട്ട് അവസാന നിമിഷം കോടതിയിലെത്തുമ്പോ, നിയമത്തിന്റെ മുന്നിലെത്തുമ്പോ, ജുഡീഷ്യറിയുടെ മുന്നിലെത്തുമ്പോ ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച കാണേണ്ടി വരികയാണ്. അത് കണ്ടു കഴിയുമ്പോ വല്ലാത്ത നിരാശയാണ്, വല്ലാത്ത വേദനയാണ്, വല്ലാത്ത സങ്കടമാണ്. പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് കോടതിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ കോടതിയെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് വല്ല വിമർശനങ്ങളെയും ഉണ്ടാക്കിയെടുക്കുവാനുള്ള തത്രപ്പാടുകൾ, അതിനു വേണ്ട ആളുകളെ ചെന്ന് കാണുക, അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുക. ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ദിലീപിനെതിരെ നടന്നത്. അത് തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിന് ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതി കടുത്ത നടപടികൾ ഉണ്ടാവരുത്, അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ലൈൻ അവിടെ പറഞ്ഞു വെക്കുമ്പോ ഇവർക്ക് വലിയ വലിയ ദുഃഖമാണ്. ഇവരാണ് പറയുന്നത് ഞങ്ങൾ രണ്ടും കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ രണ്ടും ഇവര് കൊടുക്കുന്നില്ല. ഇവർക്ക് കൊത്തിക്കീറാൻ അല്ലെങ്കിൽ കടിച്ചു പറിക്കാൻ, അത് പ്രശസ്തിയിൽ നിൽക്കുന്ന മുഖ്യധാരയിൽ നിൽക്കുന്ന ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അതിനനുസരിച്ച് വാർത്തകൾ പടച്ചുണ്ടാക്കി, അതിനനുസരിച്ച് തെളിവുകള്, ഓഡിയോ ക്ലിപ്പുകള്, പ്രതികരണങ്ങളൊക്കെ ഇവർ തേടി പിടിച്ച് അതിനനുസരിച്ചുള്ള തലക്കെട്ടുകളും നൽകി ആ വ്യക്തിയെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. പക്ഷെ ഇതൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോ, കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോ ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുന്നത് കാണുമ്പോ രഞ്ജി പണിക്കർ ചോദിച്ച പോലെ നിങ്ങൾക്ക് വലിയ നിരാശയുണ്ടല്ലേ? യെസ്, ഓഫ് കോഴ്സ്. കേരളത്തിലെ മാപ്രകൾക്ക് ഈ രണ്ട് വിഷയത്തിലും, ദിലീപിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണെങ്കിലും ശരി, വലിയ നിരാശയുണ്ട്. കാരണം ദിലീപിന്റെ വിഷയത്തിൽ ദിലീപിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട്, നിരപരാധിയാണെന്ന് കണ്ട് അയാളെ വെറുതെ വിടുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ, രാഹുലിന്റെ കാര്യത്തിൽ ഇവർ അതിയായി ആഗ്രഹിച്ചത് എന്താണ്? രാഹുൽ ജയിലിൽ കിടക്കണം, അഴി എണ്ണണമെന്ന് ഇവർ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഇവരത് സ്വപ്നം കണ്ടു, ഇവരത് ഇമാജിൻ ചെയ്തു.
അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടതാണ് രാഹുലിന്റെ കാര്യത്തിൽ. പക്ഷേ കോടതിക്ക് മുന്നിലെത്തിയപ്പോ കാര്യങ്ങൾ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിലും അതേ കേസ്, അതേ വാദങ്ങൾ, അതേ അപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തിയപ്പോ അവിടെ കോടതി എന്ത് ചെയ്തു? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തി. അത് ഹൈക്കോടതി ചെയ്തപ്പോ, അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോ, പോലീസിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയപ്പോ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയപ്പോ, രണ്ടാമത്തെ കേസുമായി തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിലേക്ക് ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആ സെഷൻസ് കോടതി തന്നെ പറഞ്ഞു രാഹുലിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവരുത് എന്ന്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു നിരാശയാണ്, വല്ലാത്തൊരു ദുഃഖമാണ്. ആഘോഷങ്ങൾ അവസാനിച്ചു പോയ മട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, പടക്കം പൊട്ടിച്ചവരും ലഡു കൊടുത്തവരും ഒക്കെ അത് അവിടെ തീർന്നു. അത് ഏറ്റുപിടിക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അവരെ കൊണ്ട് സാധിച്ചില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയെ അവർ തരണം ചെയ്യുകയാണ്. വല്ലാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഇടപെടൽ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുലിന് വലിയ അനുഗ്രഹമായി. കാരണം രാഹുലിന് തന്റെ ഭാഗം പറയുവാനും തന്നെ കേൾക്കാൻ കോടതി ഉണ്ടായതും, അതുപോലെ തന്നെ താൻ പറയുന്നത് കേട്ടിട്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുചെന്നെത്തിക്കുവാനും കോടതി രാഹുലിനെ സഹായിച്ചു. കോടതി സഹായിച്ചു എന്ന് പറഞ്ഞാൽ കോടതി വഴിവിട്ട് സഹിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. കോടതിക്ക് മുന്നിൽ നിയമമാണ്, നിയമത്തിന്റെ പിൻബലങ്ങളാണ്, തെളിവുകളാണ്, തെളിവുകളുടെ പിൻബലമാണ്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കോടതിക്ക് തോന്നുകയാണ് രാഹുലിനെ കേൾക്കണം, രാഹുലിന് പറയാനുള്ളത് കേൾക്കണം. അയാൾക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ചില കഴമ്പുണ്ടെന്ന് കോടതിക്ക് തോന്നുകയാണ്. ഇത്രയും ദിവസം മാപ്രകൾ പടച്ചുണ്ടാക്കിയ തലക്കെട്ട് പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് കോടതി അല്ലെങ്കിലും ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന ചില തലക്കെട്ടുകൾക്കനുസരിച്ചല്ല കോടതി പ്രവർത്തിക്കുന്നത്. കോടതി എപ്പോഴും അവിടെ ജുഡീഷ്യറിയുടെ നിയമങ്ങൾ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് കോടതി പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിയമത്തിന് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോ, പരാതി എത്തുമ്പോ അതിൽ പലതും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് കോടതി, അത് തന്നെയാണ് കോടതിയും കണ്ടെത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമങ്ങൾക്ക്, മാപ്രകൾക്ക് രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ അജണ്ടകൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റുകൾ ഇതൊക്കെ പൊളിഞ്ഞു വീഴുമ്പോ, ഇതൊക്കെ കോടതിക്ക് മുന്നിലെത്തുമ്പോ, നിയമത്തിന് മുന്നിലെത്തുമ്പോ ഇതൊക്കെ പൊളിഞ്ഞു വീഴുമ്പോ വല്ലാത്തൊരു നിരാശയാണ്, വല്ലാത്തൊരു ദുഃഖമാണ്, വേദനയാണ്. അവരുടെ ഉത്സാഹമൊക്കെ ചോർന്നു പോകുന്നത് പോലെ, അവരുടെ ആ പ്രസരിപ്പൊക്കെ ചോർന്നു പോകുന്നത് പോലെ ഒരു ആവേശം അവർക്കത് കാണുന്നില്ല. കാരണം ഇത്രയും ദിവസം ക്രൂശിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനു മുൻപ് ദിലീപ് ഉണ്ടായിരുന്നു. 8 വർഷക്കാലത്തോളം ദിലീപിനെ ക്രൂശിച്ച് ആ ദിലീപിനെ വിറ്റുണ്ടാക്കിയ കാശ് നക്കിയവര് അത് കഴിഞ്ഞപ്പോ രാഹുലിലേക്ക് എത്തി. ഇനി രാഹുൽ കഴിയുമ്പോൾ മറ്റാരെങ്കിലും കിട്ടും. അപ്പോ ഇത്തരത്തിൽ തലക്കെട്ടുകൾക്കെല്ലാം പ്രാധാന്യമെന്ന് കോടതി കണ്ടെത്തുമ്പോ, കോടതിയുടെ കണ്ടെത്തലുകൾ അങ്ങനെ ആകുമ്പോ ചില തിരിച്ചറിവുകൾ ഇവർക്കുണ്ടാവുകയാണ്. അത് ഇവരെ വല്ലാതെ നിരാശയിലേക്ക് എത്തിക്കുകയാണ്. നിയമത്തിന്റെ പിന്തുണ അത് ഈ പറയുന്ന പലപ്പോഴും ഇവര് വേട്ടയാടുന്ന, ഇവർ പച്ചക്ക് കൊത്തി തിന്നുന്ന ആളുകളുടെ കൂടെയാകുമ്പോൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം, മാപ്രകളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമാണ്, വലിയ വേദനയാണ്, വലിയ നിരാശയാണ്.